തിരുവചനം എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എവരുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അനുഷ്ഠിക്കുന്നവരാണ്, ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് തീരുന്നത്. അതിനെ പ്രതിവാക്യമായിട്ട് ഉടനെ അവർ പറയുന്നുണ്ട്: നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അത് ഞാനിട്ട വാചകമാണ്. ഞങ്ങൾ ഭൂതത്തെ പുറത്താക്കിയില്ലേ, പ്രവചിച്ചില്ലേ, നിൻ്റെ നാമത്തിൽ എന്തെല്ലാം കാണിച്ചു, എന്നിട്ടെന്താ ഇങ്ങനെ പറയുന്നേ? കർത്താവ് പറയുന്നു: അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പല പ്രാവശ്യം നേരത്തെയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് ഇതന്നെ ഏറെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്നായതുകൊണ്ടാണ് ഈ വേദഭാഗം തന്നെ അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് ആഗ്രഹിച്ചത്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, തമ്പുരാൻ്റെ ഹൃദയമറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. ഉടനെ നമ്മുടെ മനസ്സിൽ തമ്പുരാൻ്റെ ഹൃദയം അതല്ലേ, തമ്പുരാൻ ഭൂതത്തെ പുറത്താക്കാൻ പറഞ്ഞയച്ചതല്ലേ, ദൈവരാജ്യം സമീപിച്ചെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞതല്ലേ, രോഗികളെ സൗഖ്യമാക്കാൻ പറഞ്ഞയച്ചതല്ലേ. ഇതൊക്കെ ചെയ്തിട്ടും അവസാനം കിട്ടുന്ന പ്രതിഫലം ഇതാണെങ്കിൽ എന്തൊരു കഷ്ടമാണ്. ശരിയല്ലേ? ഇതൊക്കെ തമ്പുരാൻ പറഞ്ഞതാണ്, തമ്പുരാൻ പറഞ്ഞ കാര്യം ചെയ്തേ. എന്നിട്ട് പറയുന്നു: നിങ്ങളെ ഞാൻ അറിയുന്നേയില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ പുറത്ത്, ദൈവരാജ്യം കാണാൻ പോലും സാധിക്കില്ല. ഇത് നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നെ ഒരുപാട് അസ്വസ്ഥമാക്കിയതാണ്. അതുകൊണ്ടാണ് എന്തേ കർത്താവ് ഇങ്ങനെ പറഞ്ഞേ? കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ഹൃദയമറിഞ്ഞ് അതിനനുസരണമായ വിധത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ദൈവരാജ്യത്തിന് അംശികളായിട്ട് തീരുന്നത്. ഈ ആർക്കാണ് കർത്താവിൻ്റെ ഹൃദയം അറിയാൻ വെക്കുന്നത്? ഒരു സംഗതമായ ചോദ്യമാണ്. ആർക്കാണ് കർത്താവിൻ്റെ ഹൃദയം അറിയാൻ വെക്കുന്നത് അല്ലേ? അത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ഈ കാനാവിലെ കല്യാണ ഭവനത്തോടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, അല്ലാതെ വേറെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒക്കെ സാധാരണ കേൾക്കുന്ന ഒരു വാക്യമുണ്ട്. നമുക്ക് വളരെ ഇഷ്ടമുള്ള വാക്യമാണ്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യ ഞാനുണ്ട്. ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പമില്ല അല്ലേ? ഒറ്റ നോട്ടത്തിൽ എന്താ വാക്യത്തിന് കുഴപ്പം? നല്ല വാക്യങ്ങളാണ്. പക്ഷേ കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കുകയും ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ ഒരു സ്വല്പം പ്രയാസമാണ്. കാരണം ഈ ദൈവം സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും ഉണ്ട്, അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. എല്ലായിടത്തുമുള്ള ദൈവത്തോട് അകത്തോട്ട് കയറാൻ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? പറ. അതിനകത്ത് ഒട്ടും ഒരു റീസണബിൾ അല്ല. അകത്തും പുറത്തും ദൈവസാന്നിധ്യം ലഭ്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. സർവ്വവ്യാപിയാണെന്ന്. ഗോഡ്സ് പ്രസൻസ് ഈസ് എവരിവെയർ, ഇറ്റ്സ് അവൈലബിൾ എവരിവെയർ. പിന്നെ തന്നെ വൈ ഷുഡ് വി ആസ്ക് ഹിം ടു കം ഇൻസൈഡ്? ഈസ് ഓൾറെഡി ദെയർ ഇൻസൈഡ്. അകത്തുള്ള ആളോട് വീണ്ടും അകത്തോട്ട് വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെന്താ ആ വാക്യത്തിൽ അങ്ങനെ പറഞ്ഞേ? അല്ലേ? എന്താ വാക്യത്തിൽ? ക്ഷണിച്ചാൽ അകത്ത് വരും. ക്ഷണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അകത്ത് തന്നെ ഉണ്ടല്ലോ. ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. ഒരു കാറവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ജോർജ് എബ്രാജ് രാജനച്ഛൻ അങ്ങോട്ട് പോയി കൂർലോസ് തിരുമേനി അകത്തോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനെക്കുറിച്ച് എന്നാ തോന്നുന്നു? എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. ഇവിടെ കൊച്ചമ്മയുണ്ടെങ്കിൽ കൊച്ചമ്മ എടുത്ത് പറഞ്ഞാൽ ഉടനെ വിളിച്ച് പറഞ്ഞാൽ വേഗം കൊണ്ട് ആശുപത്രി കൊണ്ടുപോകും. അങ്ങോട്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും അല്ല. പിന്നെന്താ അങ്ങനെ പറയേണ്ട കാര്യം എന്താ? അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവസാന്നിധ്യം ഈസ് അവൈലബിൾ എവരിവെയർ, ആൻഡ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു അവൈൽ ദാറ്റ് പ്രസൻസ്. Until and unless we avail that presence is not a reality as far as I am concerned. ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. ആ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും
ആ സാന്നിധ്യം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരുവാനുള്ള ആഗ്രഹത്തിൻ്റെ എക്സ്പ്രഷനാണ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു നിലവിളി ഉയർന്നിട്ടുണ്ടോ? തമ്പുരാനെ, അല്ലേ, നിന്നെ എനിക്ക് വേണം, നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം, അല്ലേ? ചിലർ ചോദിക്കും നീ രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചോദിക്കും. ചിലർ നീ വീണ്ടും ജന്മം പ്രാപിച്ചു. ചിലർക്കൊക്കെ കേൾക്കുന്ന അലർജിയാണ്, ചിലർക്ക് കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. വാക്കുകൾ അപ്രസക്തമാണ്. എന്നാൽ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് തീരണം. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, നിങ്ങളെന്നെ കേൾക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, അതിനേക്കാൾ യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് തീരണം. അങ്ങനെ തീരുന്നവർക്കാണ് അത് ഹൃദയം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് തന്നെയാണ് ഒരു പ്രസ്താവനയായി നിൽക്കാൻ യാതൊന്നുമില്ല. ആ അർത്ഥത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ? യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? ക്ഷണിച്ചിട്ടില്ലെങ്കിൽ പറയണം ഹൃദയത്തിൻ്റെ ആഴത്തിൽ, തമ്പുരാനെ എനിക്ക് നിന്നെ വേണം, നീ എൻ്റെ ജീവിതത്തിലേക്ക് വേണം, എൻ്റെ ഭവനത്തിലേക്ക് വേണം. ഇതാണ് വീണ്ടും ജനനാനുഭവം, രക്ഷയുടെ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. വാക്ക് എന്തുപയോഗിച്ചാലും അതൊന്നും വളരെ അസപ്രസക്തമാണ്. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയും അടിസ്ഥാനവുമാണ്. ഇത് അവിടെ അവസാനിക്കുന്നില്ല. സ്വല്പം കൂടെ ഉന്നതമായൊരു നിലവാരത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹൃദയം ഉൾക്കൊള്ളാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കാനാവിലെ കല്യാണ ഭവനത്തിൻ്റെ യേശുവും ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നപ്പോഴല്ലേ അവിടെ കല്യാണം ആകെ കൂടി കുഴപ്പമായി, ഭയങ്കര കുഴപ്പമായി. അവിടെ ഭയങ്കര ക്രൈസിസാണ്, അല്ലേ? അവിടെ വലിയ അപ്പോഴത്തേക്കാണ് യേശുവിൻ്റെ അമ്മച്ചി പ്രത്യക്ഷപ്പെട്ടത്. യേശുവിൻ്റെ അമ്മച്ചി പ്രത്യക്ഷപ്പെട്ട് മോനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ, ആകെ കൂടി കുഴഞ്ഞിരിക്കുകയാണ്, കല്യാണം ആകെ നാറാൻ പോവാണ്, ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നിരിക്കും, നീ എന്ത് ചെയ്യും മോനെ, നീ എന്തെങ്കിലും ഒന്ന് കാണിക്കേ. ഞങ്ങൾ അരിയൊക്കെ അടുപ്പത്തിട്ടു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ സേവ്യ സംഘക്കാർക്ക് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ സാമ്പാർ നീട്ടാനുള്ള സൂത്രമൊക്കെ ഞങ്ങൾക്കറിയാം. അതിൻ്റെ പണിയൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ പപ്പടം കാച്ചി കഴിഞ്ഞു, എന്തെല്ലാം ചെയ്തു. ഇനി മനെ കോഴിയിറച്ചിക്ക് എന്നാ കാണിക്കും, എന്നാടാ ഈ നെയ്മീൻ തന്നെ, ഇത് എത്ര പൊട്ടിക്കാൻ പറ്റും? ഇതൊക്കെ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഗ്രാമീണനായതുകൊണ്ട് ആ ഭാഷയിലൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഭാഷയാണ് എന്നുള്ളത്. എൻ്റെ കുഞ്ഞ് നീ എന്തെങ്കിലും ഒന്ന് കാണിക്കേ, അല്ലെങ്കിൽ പറ്റില്ല, നാണം. യേശു കർത്താവ് മറുപടി പറഞ്ഞു, എൻ്റെ അമ്മച്ചി നമുക്ക് തന്നെ കാര്യം, അവർ നാറുവോ പൊളിക്കുകയാണ്, നമുക്കത് കഴിക്കേണ്ടെന്നേ, നമുക്ക് അങ്ങ് പോയി കളയാം. എന്നാൽ യേശു കർത്താവിൻ്റെ അമ്മച്ചിയുടെ റെസ്പോൺസ് എന്നായിരുന്നു? നമ്മളായിരുന്നെങ്കിൽ അവൻ്റെ പുറകെ നടന്നേനെ, മോണെ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വസ്ഥത കൊടുക്കത്തില്ല. അമ്മമാർക്ക് പ്രത്യേകിച്ച് സൂക്കേട്, പഠിക്കടാ, മുടി വെട്ടറ സ്വസ്ഥത കൊടുക്കത്തില്ല. പിള്ളേർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല. അമ്മമാരുടെ സൂക്കേടാണ്, അല്ലേ? ഒരു സ്വസ്ഥത. അതിൻ്റെ അവസാനം എന്നാ ഉണ്ടാവും? അവൻ താക്കോലെടുത്ത് ഒറ്റ പോക്ക് മോട്ടോർ സൈക്കിൾ എടുത്ത് 3 ദിവസം കഴിഞ്ഞിട്ട് പോകും. പിന്നെ അതായിരിക്കും, അയ്യോ മോനെ കാണാനില്ല, മോനെ എന്നാൽ യേശു കർത്താവിൻ്റെ അമ്മച്ചി അതൊന്നും കാണിച്ചില്ല. എന്ത് ചെയ്തു? അവർ സ്ഥലം വിട്ടു. പോണ പോക്കിൽ ജോലിക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞ് ചെയ്തോണം കേട്ടോ. അപ്പോൾ കല്യാണത്തിന് കസിൻസൊക്കെ വന്നിട്ടുണ്ട്, അവരുമായിട്ട് വാചകടിക്കാൻ പോയതായിരിക്കും. നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? എന്താ യേശുവിൻ്റെ അമ്മ അങ്ങനെ ചെയ്തത്? എന്താണ് യേശു കർത്താവിൻ്റെ അമ്മ അങ്ങനെ കാണിച്ചത്? അല്ലേ, അങ്ങനെ കാണിക്കാൻ വല്ല കഴിയും? ഞാൻ ചോദിച്ചാൽ നിങ്ങളൊരു മറുപടിയൊക്കെ തരുന്നു. എനിക്ക് സാധാരണ കിട്ടുന്ന മറുപടി യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാ വിശ്വാസം? എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള വാചകം വിശ്വാസത്തെക്കാളപ്പുറം ഈ അമ്മയ്ക്ക് അവരുടെ മകനെ നന്നായി അറിയാമായിരുന്നു. അവർക്ക് അവരുടെ മകനെ അറിയാമായിരുന്നു. ഇത് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എൻ്റെ ഒരു ലളിതമായ വിനയാന്യത ചോദ്യം, നിങ്ങൾക്ക് യേശുവിനെ അറിയാവോ? യേശുവിനെ കുറിച്ചറിയാവോ എന്നല്ല ചോദ്യം, യേശുവിനെ അറിയാമോ? യേശുവിനെ അറിയുന്നതും യേശുവിനെ കുറിച്ച് അറിയുന്നതും ഒന്നല്ല, രണ്ടും രണ്ടാണ്.
ഈ കല്യാണം കഴിപ്പിച്ച് നിങ്ങളെയൊക്കെ വിടുമ്പോൾ ഞങ്ങളൊക്കെ പറയും ഇനി മുതൽ നിങ്ങൾ 2 അല്ല 1 എന്നൊക്കെ പറയും. പറഞ്ഞിട്ടൊക്കെ വിടുന്നേ. അതൊക്കെ എത്രത്തോളം സത്യമാണോ ദൈവത്തിന് അറിയാം. എന്നാൽ ശരിക്കും ഒന്നായിട്ടുള്ളവരൊക്കെയാണെങ്കിൽ ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ അവളുടെ മനസ്സിലിരിപ്പ് അറിയാം. തിരിച്ചും ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലിരിപ്പ് അറിയും. അതാണ് അറിവ് എന്ന് പറയുന്നത്. അറിയാം. ഐ നോ ഹിം. അദ്ദേഹത്തെ എനിക്ക് അങ്ങനെ നന്നായിട്ട് അറിയാം. എനിക്ക് അവളെ നന്നായി നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഞാനത് ഉൾക്കൊള്ളത്. കാരണം എനിക്ക് അവളെ അറിയാന്നേ. അതുതന്നെയാണ് എൻ്റെ ചോദ്യം. നമുക്ക് യേശുവിനെ അറിയാവോ? യേശുവിൻ്റെ മനസ്സറിയാവോ? ഇത് കുറേ കൂടെ ഉന്നതമായൊരു ആത്മീയ അനുഭവമാണ്. മറ്റത് ആദ്യം സാധാരണ പറയുന്നത് പോലെ ഞാൻ യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. കുറേ കൂടെ ഉന്നതമായ എനിക്കെൻ്റെ തമ്പുരാൻ്റെ അറിയാം. തമ്പുരാനെ അറിയാം, നല്ലോണം അറിയാം. ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്കാണ് തമ്പുരാൻ്റെ മനസ്സറിയാനായിട്ട് നോക്കുന്നത്. തമ്പുരാൻ്റെ മനസ്സറിയണമെങ്കിൽ 1 അവനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. 2 ഈ ഉന്നതമായ ആത്മീയാനുഭവത്തിലേക്ക് പ്രവേശിക്കണം. അറിയാം, എനിക്കറിയാം. ഇതാണ് തമ്പുരാൻ്റെ ഇഷ്ടം. ഇവിടെ തമ്പുരാൻ ഉണ്ടായിരുന്നെങ്കിൽ തമ്പുരാൻ ഇതുപോലെ തന്നെ ചെയ്യുമായിരുന്നു. അത് വലിയൊരു അതിന് ചിലപ്പോൾ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാറുണ്ട് ചിലർ. അതൊന്നും വലിയ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. മിസ്റ്റിസിസം എന്നൊക്കെ പറഞ്ഞു. ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കല്ലാതെ തമ്പുരാൻ്റെ ഹൃദയം അറിയുവാൻ സാധിക്കില്ല. ഞാൻ 1-2 തലങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്താൻ കൂടിയ ചിലപ്പോൾ സമയമനുസരിച്ച് ഒരു തലം മാത്രം പറയാനായിട്ട്. ഞാൻ അടുത്ത കാലത്ത് ഒരു പ്രായമുള്ള അമ്മച്ചിയെ കാണാൻ പോയി. ഒരു ഇടവ സന്ദർശനത്തിന് പോയ സമയത്ത് അതിനോട് പോയത്. ഒരു കുന്നിൻ്റെ മുകളിൽ അമ്മച്ചി താമസിക്കുന്നത്. അത്ര ദൂരമൊന്നും നടന്നു കയറാൻ എൻ്റെ ആരോഗ്യം ഇപ്പോൾ സമ്മതിക്കുന്നില്ല. എന്നാലും അവരമ്മ തന്നെ അവിടെ താമസിക്കുന്നു. അതും കിടപ്പാണെന്ന് കേട്ടപ്പോൾ അച്ഛനോടൊക്കെ പറഞ്ഞ് കേക്ക് പിടിച്ച് കയറി. ഒരമ്മ തന്നെ. അപ്പം ഞാൻ അമ്മയെ ക്ഷണിച്ചു. അമ്മേ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ കൊണ്ടുപോകാം, ഞാൻ നോക്കിക്കോളാം അമ്മേ. അപ്പോൾ അമ്മ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് 2 മക്കളുണ്ട്. 2 പെൺപിള്ളേരാണ്. അതിൽ ഒരു മകളെ കുറച്ച് ദൂരെ കെട്ടിച്ചേ. ഒരു മകളെ ആ വീടിന് ഒരുപാട് ദൂരെയല്ലാതെ കെട്ടിച്ചത്. അപ്പോൾ അവർക്ക് നാണം കേടാ ഞാൻ ഇങ്ങനെ വല്ലയിടത്തും പോയി താമസിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അവർ നാണം കേടാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ ഇളയ മോള് ഒരുപാട് ദൂരെയല്ല. ഇളയ മോള് വല്ലപ്പോഴും അമ്മയെ ഭക്ഷണം കൊടുക്കുന്നത് ഭദ്രാസനാണ് കൊടുക്കുന്നത്. 3 നേരത്തെ ഭക്ഷണവും ഭദ്രാസനമായിട്ട് ക്രമീകരിച്ച് അവർ കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല കുശാലായി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഈ മോള് വരുന്ന കാര്യങ്ങൾ ഞാനതൊന്നും ചോദിച്ചൊന്നുമില്ല. കാരണം ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു മോള് വല്ലപ്പോഴും വരും. മോള് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയിച്ചാൽ അമ്മായിമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് വരുന്നത്. അമ്മായിമ്മ സേവ്യാസംഘത്തിൻ്റെ സെക്രട്ടറിയാന്നേ ഒരു പള്ളിയിലേ. അമ്മായിമ്മ ഒരു പള്ളിയിൽ സേവ്യാസംഘത്തിൻ്റെ സെക്രട്ടറി. നിങ്ങളാരും ആ കൂട്ടത്തിലാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ സേവ്യാസംഘത്തിൽ പോയിട്ട് എന്നാ ഗുണം? ഇവർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്നാ ഗുണം? ഇവരെന്നാ ചെയ്യേണ്ടതായിരുന്നു? മോളെ സമയം എടുത്തിട്ട് മോളെ ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മച്ചിയെ നോക്കിയോണേ, അന്വേഷിച്ചോണേ. അല്ലെങ്കിൽ ഒരു ഗതിയിലേക്ക് പറഞ്ഞ മോളെ ആ അമ്മ തന്നെയല്ലേ അവിടെ താമസിക്കുന്നത്, ഇവിടെ ഇത്ര സൗകര്യമുള്ളെങ്കിലും ഉള്ള സൗകര്യത്തിൽ നമുക്ക് കാര്യങ്ങൾ നടത്താം, നീ അമ്മയെ കൂടെ വിളിച്ചുകൊണ്ട് പോകാം, നമുക്ക് ഒരുമിച്ച് വിളിച്ചുകൊണ്ട് വരാം, ഇവിടെ അമ്മ താമസിക്കട്ടെ, എനിക്ക് പാരമ്പര്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉള്ള സൗകര്യത്തിൽ നമുക്ക് ഈ അമ്മയെന്നോ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും കൂടിയല്ലേടി. പറഞ്ഞു മനസ്സിലായോ? യേശുവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം ഇതല്ലേ? ആണോ? അതുകൊണ്ടല്ലേ യേശു കർത്താവ് എവിടെയൊക്കെ പോയേ? ആർക്കും വേണ്ടാത്തവനെ തപ്പി നടന്ന ആളാ അല്ലേ യേശു, അല്ലേ? ശരിയല്ലേ? ശമരിയക്കാരി സ്ത്രീയെ നോക്കാൻ വഴിവിട്ട് യാത്ര ചെയ്തു. പിന്നെ ഇനി എന്തെല്ലാം പറയും, കുഷ്ഠരോഗിയെ കാണാൻ അങ്ങോട്ട് പുറത്തോട്ട് പോയി. പിന്നെ ഭൂതഗ്രസ്തനെ അന്വേഷിച്ച് ശവക്കോട്ടയിൽ പോയി. എവിടെയൊക്കെ പോയി? യേശുവിനെ കുറിച്ചുള്ള കുറ്റം അതല്ലേ? പാവങ്ങളോടും പാവികളോടും വേശ്യാസ്ത്രീകളോടും അവരുടെ കൂടെയാണ് കൂട്ടം. ഒരു ഗുണം പിടിക്കാത്തവർ.
നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്താ യേശു കർത്താവ് അങ്ങനെ ചെയ്തേ? ദൈവത്തിന് എല്ലാവരും ഒരുപോലെയല്ലേ കാണാനൊക്കെ ഉള്ളൂ, അല്ലേ? ദൈവത്തിന് എല്ലാവരും ഒരുപോലെയല്ലേ കാണാൻ പറ്റുള്ളൂ. ചിലരോട് പ്രത്യേകം സ്നേഹം കാണിച്ചാൽ അത് ദൈവമാകുമോ? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ അച്ഛനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണ്, പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ അച്ഛൻ എല്ലാവരെയും ഒരുപോലെ കാണണം, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇവിടെ മുമ്പിൽ ഉപദേശിമാരി ഇരിക്കുന്നുണ്ട്, ഉപദേശിമാരൊക്കെ തലയാട്ടുണ്ട്. അങ്ങനെ തന്നെ അച്ഛൻ വേണം, എല്ലാവരെയും ഒരുപോലെ കാണണം. എല്ലാവരെയും ഒരച്ഛൻ ഒരുപോലെ കണ്ട വേദപുസ്തകം ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലെന്നർത്ഥം. വേദപുസ്തകം ശരിക്കും വായിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ കാണാനൊക്കില്ല, കാണാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞതുപോലും പള്ളി പറഞ്ഞ അച്ഛൻ്റെ ശമ്പളം മുട്ടുമെന്ന് എനിക്കറിയാം. ഞങ്ങളാണ് വാസവരി കൊടുക്കുന്നത്. അത് കാരണം അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും വന്നോണം, എപ്പോഴും ഞങ്ങളുടെ വരണം. അങ്ങനെയൊന്നും കാശൊന്നും തരത്തില്ല. അച്ഛൻ കള്ളു പിടിച്ച് നടക്കുക. അവൻ്റെ വീട്ടിൽ അച്ഛൻ 4 പ്രാവശ്യം പോകുന്നു, എൻ്റെ വീട്ടിൽ 1 പ്രാവശ്യമേ വരത്തുള്ളൂ. അച്ഛാ സൂക്ഷിച്ചില്ലെങ്കിൽ ശമ്പളം കിട്ടില്ല എന്ന് പറയും. ശമ്പളം കിട്ടിയില്ലെങ്കിലും സാരെല്ലാം നാഴെ അത് തമ്പരാൻ നോക്കിക്കോളും. അപ്പം ഇതാണ് തമ്പരാൻ്റെ ഹൃദയമെങ്കിൽ എന്താണ്? ആരെയും വേണ്ടാത്തവർ, ആർക്കും വേണ്ടാത്തവർ, അവരാണ് നമുക്ക് വേണ്ടത്, അല്ലേ? ഈ തമ്പരാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചതെന്ന് അറിയാമോ? ചെറിയൊരു ഉദാഹരണം പറയും. നിങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. ഒരു കുട്ടി വളരെ നോർമൽ, ഫിസിക്കലി ഒരു കുഴപ്പമില്ല. മറ്റേ കുട്ടി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡാണ്, അല്ലേ? ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് 2 മക്കളാണ് ഉള്ളത്, ഈ 2 പേരെയും ഞാൻ ഒരുപോലെയാണ് കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ ഏത് കുട്ടിക്കാണ് ഗുണം കിട്ടാൻ പോകുന്നത്? മനസ്സിലായോ? ഏതാ? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അവൻ തഴയപ്പെടും, മറ്റവൻ ശ്രദ്ധിക്കപ്പെടും, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ 2 പേരെ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്തേനെ ചെയ്യണമായിരുന്നു? ഈ ഹാൻഡിക്യാപ്ഡായ കൊച്ചിനെ പ്രത്യേകം കരുതുകയും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് അവൻ മറ്റുള്ളവനെ പോലെ ആയിത്തീരാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ പറയുന്നത്? ഞാൻ ബാംഗ്ലൂരിലെ ഈ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കത്തോലിക്കരുടെയാണ്, അവിടുത്തെ ഒരു വൈസ് പ്രിൻസിപ്പൽ, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ലേഡിയാണ്. ഞാൻ അച്ഛനായിരുന്ന കാലത്തെ കാര്യമാണ്. ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാൻ പോയി, അവരെ കാണാൻ പോയി. അവർക്ക് 2 പിള്ളേരാണ് ഇതുപോലെ. ഇളയ കുട്ടി നല്ല മിടുക്കൻ, സ്മാർട്ട്. രണ്ടാമത്തവൻ 2 ക്രച്ചസിലാണ് നടക്കുന്നത്. ഭയങ്കര സങ്കടം. കൊച്ചു നടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ദുഃഖം തോന്നും. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. എന്താ അച്ഛന് വേണ്ടതെന്ന് ചോദിച്ചു. കുടിക്കാൻ എടുക്കണ്ടേ? ഞാൻ പറഞ്ഞു വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈസ് പ്രിൻസിപ്പൾ അമ്മയുണ്ട്, സ്ത്രീ ഉണ്ടല്ലോ, അവർ ഈ ക്രച്ചസ് നടക്കുന്ന ചെറുക്കനെ വിളിച്ചിട്ട് എടാ 2 ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പോടാ. എൻ്റെ കർത്താവ്, ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ക്രൂരയായ സ്ത്രീയായി ഇവർ. എന്നിട്ട് ഈ പാവപ്പെട്ട കൊച്ചൻ ഒരു ട്രേ എടുത്ത് 2 ഗ്ലാസ് വെള്ളം വെച്ച് ക്രച്ചസും പിടിച്ച് കൊണ്ടുവന്നു. എത്ര സമയം കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കാൻ തോന്നുന്നു? വെള്ളം ഇറങ്ങുമോ എനിക്ക്? മനസ്സിലാവും. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു, പോടാ, അവിടെ പിള്ളേർ പുറത്ത് കളിക്കുന്നു, എല്ലാവരും പോയി കളിച്ചിട്ട് വാ. അതും ക്രച്ചസ് തൂങ്ങി. ഞാൻ ഇറങ്ങാൻ നേരത്ത് ഇവർ ബാറ്റ് ചെയ്യുകയാണ്, 2 ക്രച്ചസും പിടിച്ചിട്ട് ബാറ്റ് ചെയ്യുന്നു. ക്രിക്കറ്റ് കളിക്കുക പിള്ളേരെല്ലാം കൂടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന സ്ത്രീയോട് ചോദിച്ചു, ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്നാ കൂടാ? ഇത്ര ക്രൂരമായിട്ടാണ് കുട്ടി ഓടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിത് തന്നെ ചോദിച്ചത് അവരോട്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അവനോ ഇങ്ങനെ ഞെരുങ്ങി വരുമ്പോൾ കാണുമ്പോൾ ദുഃഖമില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? എന്നാൽ ഇങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ അവനൊന്നിനും കൊള്ളാത്തവനാവും. മറ്റവനെ പോലെ തന്നെ ഇതെല്ലാം തന്നെ എനിക്കും ചെയ്യാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് അവനിൽ വളർത്തിയെടുക്കത്തക്ക വിധത്തിൽ അവനോട് ചെയ്യണം. അത് കുറച്ച് ക്രൂരതയാണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും ഞാൻ ക്രൂരത ഇല്ലെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞു. ഈ കൊച്ചൻ വളർന്നപ്പോൾ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അവൻ ഡോക്ടറായി പഠിച്ചിട്ട് അവിടുന്ന് എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തു. അവിടെ തന്നെ പഠിപ്പിക്കുകയാണ്. എന്നെ കാണാൻ ഞാനിവിടെ വന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ വരാം. ഇപ്പം അവിടെയില്ല. കാണാൻ എത്ര മണിക്കൂർ നടന്നിട്ടാണ് വരണേന്നറിയാമോ? നടന്നിട്ടെന്നങ്ങനെ ഞെരിങ്ങിയാണ് വരുന്നത്.
മനസ്സിലായോ നിങ്ങൾക്ക് യേശുവിൻ്റെ മനസ്സെന്താന്ന്? ഇതാണ് യേശുവിൻ്റെ മനസ്സ്. യേശു അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേക കരുതലും സ്നേഹവും കൈത്താങ്ങലും കൊടുക്കാത്തിടത്തോളം കാലം സ്വന്തകാൽ നിൽക്കത്തക്ക വിധത്തിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് യേശു ദൈവത്തിൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ചെറിയവരിൽ നിങ്ങൾ ചെയ്യുന്നതല്ല എനിക്കാണ് ചെയ്തതെന്ന് പറയാൻ കാരണം. ഇതാണ് യേശുവിൻ്റെ മനസ്സ്. ഇതാണ് യേശുവിൻ്റെ മനസ്സ്. ഇനി ഒരുപാട് കാര്യം പറയാനുണ്ട്. പ്രസംഗം ബാബു നോക്കിയിരിക്കുകയാണ്, നിർത്തുന്നില്ലേ എന്ന് ബാബു ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു വാക്കുകൾ, യേശുവിൻ്റെ ഹൃദയമറിഞ്ഞ്, ദൈവം തമ്പുരാൻ്റെ ഹൃദയമറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഈ ലോകത്തിൽ ചെയ്താലും, ഞങ്ങൾ കിറ്റ് കൊടുത്തില്ലേ, ഞങ്ങൾ അത് ചെയ്തില്ലേ, ഇതെല്ലാം പറഞ്ഞ് നീണ്ട ലിസ്റ്റ് പറഞ്ഞായിരുന്നു. തമ്പുരാൻ പറഞ്ഞു, ഇനിയൊന്നും എനിക്കറിയാൻ മേലടാ, പോ ഇരട്ടി പോ, അധർമ്മികളെ എന്നുള്ള ശബ്ദം കേൾക്കേണ്ടി വരും. എന്നാൽ തമ്പുരാൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് അതിന് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. കുറേ കൂടെ ഉന്നതമായ ആത്മീയ അനുഭവമായ തമ്പുരാൻ്റെ ഹൃദയമറിയുന്ന, യേശുവിൻ്റെ ഹൃദയമറിയുന്ന, യേശുവിനെ അറിയുന്നവരായിട്ട് നാം തീരണം. അപ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സാധിക്കുക. അതാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്തോണം ഉയരുവാൻ തക്കൊണ്ട് സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. അതാണ്. ഇടവയിലായാലും സഭയിലായാലും ഒക്കെ ഈ തമ്പുരാൻ്റെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിക്കാൻ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്.